ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാവരും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. അധികം എരിവൊന്നും ഇല്ലാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് അത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ. മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ചാൽ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് വെണ്ടയ്ക്കയാണ്. അതായത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു 6 വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേണ്ടത് വലിയൊരു സൈസ് സവാള, പിന്നെ 2 പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴട്ടിയെടുക്കണേ. ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഈ വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ടതിന് ശേഷം ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിന് അടുത്തതായി വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്തോളൂ. ഇവിടെ കുട്ടികളെല്ലാം കഴിക്കുന്നതോട് ഞാൻ പച്ചമുളക് ഇട്ടതുകൊണ്ട് വെറും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് ഇടുന്ന കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉപ്പ് കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണേ. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും ഈ വെണ്ടയ്ക്ക വേവാൻ. ഇതിന് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ഈ എണ്ണയും അതിൽ ആ വെണ്ടയ്ക്ക തന്നെ ഒരു വഴുവഴുപ്പാണല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരുന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മെഴുക്ക് പുരട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. എന്നാൽ ശരി, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.